നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, നെയ്യാർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ അനസ്തീഷ്യ വിഭാഗം മേധാവിയാണ്. അനസ്തീഷ്യയുടെ റോളിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രാഥമികമായിട്ടും രോഗരഹിതമായ അവസ്ഥ പ്രദാനം ചെയ്യുന്നതിനൊപ്പം ഓപ്പറേഷൻ സമയത്തും അതിനു മുൻപും പിൻപും രോഗിക്ക് പരിപൂർണ പരിചരണം ഉറപ്പുവരുത്തുന്ന ഒരു മെഡിക്കൽ ശാഖയാണ് അനസ്തീഷ്യ. ഇവിടെ അനസ്തീഷ്യ വിദഗ്ധൻ മയക്കം കൊടുക്കുകയും മറ്റ് മെഡിക്കൽ ചികിത്സകൾ നൽകുകയും മാത്രമല്ല ചെയ്യുന്നത്. ഡയബറ്റിസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ആസ്മ, ഹൃദയ രോഗങ്ങൾ മുതലായ അനുബന്ധ രോഗങ്ങൾ ഉള്ള അവസ്ഥകളെ പരമാവധി നിയന്ത്രിച്ച്, ഞങ്ങളതിനെ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുന്നത്, ഓപ്പറേഷന് തുടർന്നുള്ള സമയത്തും ഓപ്പറേഷൻ സമയത്തും അതിനുള്ള തുടർന്നുള്ള സമയത്തും രോഗിയുടെ സുരക്ഷ ഉറപ്പുവാക്കുന്ന സങ്കീർണമായ കടമയും അനസ്തീഷ്യ വിദഗ്ധൻ നിർവഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പറേഷൻ അവസ്ഥകളെ നമുക്ക് പ്രീ ഓപ്പറേറ്റീവ്, അതായത് ഓപ്പറേഷന് മുൻപ്, ഇൻട്രാ ഓപ്പറേറ്റീവ്, ഓപ്പറേഷൻ സമയം, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള അവസ്ഥ, പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് നമുക്ക് തിരിക്കാം. പ്രീ ഓപ്പറേറ്റീവ്ലി അനസ്തീഷ്യ വിദഗ്ധർ രോഗിയെ വിസിറ്റ് ചെയ്യുക, അത് ഓപ്പറേഷന് മുമ്പ് രോഗിയെ കാണുകയും രോഗിയുടെ വിശദമായ ഹിസ്റ്ററി എടുക്കുകയും മറ്റ് രോഗാവസ്ഥകളെ ചോദിച്ച് മനസ്സിലാക്കുകയും മറ്റ് പരിശോധനകൾ, വേണ്ട പരിശോധനകൾ നടത്തി രോഗിയെ ഓപ്പറേഷന് സജ്ജമാക്കുകയാണ് ഉദ്ദേശം. ഇവിടെ നമ്മൾ രോഗികൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് തന്നെ അസുഖങ്ങളുണ്ടെങ്കിലും, അതായത് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ആസ്മ, മറ്റ് ഹാർട്ട് ഡിസീസസ്, അങ്ങനെ എന്ത് തന്നെ അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് വ്യക്തമായി അനസ്തീഷ്യ വിദഗ്ധൻ്റെ അടുത്ത് പറയേണ്ടത് ആവശ്യമുണ്ട്. കാരണം അതിന് വേണ്ട മറ്റ് ചികിത്സാ വിഭാഗങ്ങളുടെ കൺസൾട്ടേഷൻ ഉൾപ്പെടെ, ഇപ്പോൾ ഹാർട്ടിൻ്റെ സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് എക്കോ ഒക്കെ ചെയ്യേണ്ടി വരാം, മറ്റ് CT സ്കാനുകൾ, മറ്റ് പരിശോധനകൾ നടത്തി എന്താണ് രോഗിയുടെ ഓപ്പറേഷന് മുമ്പുള്ള അവസ്ഥ എന്ന് കൃത്യമായി നിർണ്ണയിക്കുകയും അതിനെ പരമാവധി നിയന്ത്രിച്ചാൽ മാത്രമേ ഓപ്പറേഷൻ സമയത്ത് നമുക്ക് ഏറ്റവും സുരക്ഷമായിട്ട് ഓപ്പറേഷൻ സമയവും അത് കഴിഞ്ഞും കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇതിനു മുൻപ് നമ്മൾ കടന്നു പോയിട്ടുള്ള രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് ഓപ്പറേഷനുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറയണം. ആ സമയത്ത് എന്ത് അനസ്തീഷ്യയാണ് നൽകിയിരുന്നതെന്ന് പറ്റുമെങ്കിൽ ഓർത്തെടുക്കുക. അതോടൊപ്പം തന്നെ അനസ്തീഷ്യ സമയത്തും അത് കഴിഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഡോക്ടറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഓപ്പറേഷനിൽ ഇതൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട മുൻകരുതലെടുക്കാനും നമുക്ക് കഴിയും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ അലർജി, എന്തെങ്കിലും മരുന്നുകൾക്കോ മറ്റെന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതെല്ലാം വ്യക്തമായിട്ട് പറയണം. പിന്നെ ഒന്നുകൂടിയുണ്ട്, നമ്മളുടെ പല്ലുകൾ, എന്തെങ്കിലും മാടുന്ന പല്ലുകളോ എന്തെങ്കിലും വെച്ച പല്ലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഒപ്പം നമുക്ക് നമ്മളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന അവസ്ഥ, നമ്മൾ ഭക്ഷണം എത്ര നേരം മുമ്പ് കഴിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അവസ്ഥകളെല്ലാം രോഗി ഓപ്പറേഷന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു മയക്കത്തിൽ പെടുന്ന രോഗിക്ക് അവസ്ഥ എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ഏക വ്യക്തി അനസ്തീഷ്യ ഡോക്ടർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വ്യക്തമായി മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അനസ്തീഷ്യ വിദഗ്ധരെ പെരി ഓപ്പറേറ്റീവ് ഫിസിഷ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സമയത്തും മിനിമം മോണിറ്ററിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞത് വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്, പ്രഷർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. അതിന് വേണ്ട രോഗിക്ക് വേണ്ട മൊത്തം മയക്കിയിട്ടുള്ള, അത് ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം മരവിപ്പിച്ചിട്ടുള്ള റീജിയണൽ അനസ്തീഷ്യ, അത് ഏതാണ് വേണ്ടത് എന്നുള്ളത് രോഗിയുടെ അവസ്ഥയും ഓപ്പറേഷൻ്റെ ഇതും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രാവർത്തികമാക്കുന്ന രോഗിയുടെ അവസ്ഥ. ഉദാഹരണത്തിന് ഉയർന്ന രക്തസമ്മർദ്ദമാണുള്ളത് രോഗിക്കുള്ളതെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് ഒരു എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചകളെടുത്ത് പ്രഷറിൻ്റെ ഗുളികകൾ കഴിച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് അതിന് വേണ്ട മരുന്നുകൾ കൊടുത്ത് എത്രയും പെട്ടെന്ന് പ്രഷർ കുറയ്ക്കുകയും
ഓപ്പറേഷന് എത്രയും പെട്ടെന്ന് രോഗിയെ ഓപ്പറേഷന് വിധേയനാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്വാസം മുട്ടൽ തന്നെയാണെങ്കിൽ ആസ്മയോ ശ്വാസം മുട്ടൽ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കുകയും പിന്നെ ശ്വാസം മുട്ടൽ കൂടാനുള്ള അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന അവസ്ഥകളായ ജനറൽ അനസ്തീഷ്യ അങ്ങനെയുള്ളത് ഒഴിവാക്കുകയും പകരം മരവിപ്പിച്ചിട്ടുള്ള മറ്റ് ഏതെങ്കിലും അനസ്തീഷ്യ മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ് രോഗിയെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിലോട്ടാണ് നമ്മൾ മാറ്റുക. അവിടെ നിന്ന് രോഗിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സമയത്ത് എന്തായാലും വേദന ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ വേദന എടുക്കാതിരിക്കാനായിട്ട് മറ്റ് മരുന്നുകൾ കൊടുക്കുകയോ അതല്ല എന്തെങ്കിലും ബ്ലോക്കുകൾ അൾട്രാസൗണ്ട് ഗൈഡഡ് റീജിയണൽ ബ്ലോക്സാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു ഭാഗം മാത്രം മരവിപ്പിച്ച് അവിടെ മരവിപ്പിച്ചിട്ട് രോഗിക്ക് പൂർണ്ണമായിട്ടും വേദനയില്ലാതെ ഇരിക്കാൻ കഴിയും. അവിടെ നിന്ന് രോഗിയെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ സുരക്ഷിതമായി കഴിഞ്ഞാൽ മാറ്റാം. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ആയിട്ട് മറ്റ് മോണിറ്ററിങ് വേണമെന്നുണ്ടെങ്കിൽ ICUയിലോട്ടോ നമ്മൾ അവിടെ നിന്ന് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അനസ്തീഷ്യ ഈ ഓപ്പറേഷൻ ഇത് സംബന്ധം മാത്രമല്ല അനസ്തീഷ്യ വിദഗ്ധരുടെ റോളുകളുള്ളത്. ഇപ്പോൾ ക്രിട്ടിക്കൽ കെയറിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്രിട്ടിക്കൽ കെയറിൽ രോഗിക്ക് തീവ്രപരിചരണ വിഭാഗത്തിൽ രോഗിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അനസ്തീഷ്യ വിദഗ്ധർ അവിടെ ഉണ്ടാകും. ഒപ്പം ഏറ്റവും പുതിയതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രചാരത്തിൽ നിന്ന് നമ്മളുള്ള മറ്റൊരു വിഭാഗമാണ് ലേബർ അനൽജീസിയ, അതായത് വേദനരഹിതമായ പ്രസവ ശുശ്രൂഷ. അതിനും അനസ്തീഷ്യ വിദഗ്ധരാണ്. എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ വഴി നമുക്ക് തികച്ചും വേദനരഹിതമായിട്ട് നമുക്ക് പ്രസവം ഇന്ന് സാധ്യമാണ്. മറ്റ് മേഖലകൾ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലാതെയുള്ള അനസ്തീഷ്യ സർവീസുകൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, പിന്നെ പലർക്കും MRI ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് കൊച്ചുകുട്ടികളിലാണെങ്കിലും മറ്റു പലർക്കും ഒരു അടഞ്ഞ മുറികളുടെ ഭീതിയൊക്കെ ഉണ്ടാകുന്നത് സെഡേഷനുമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അത് അങ്ങനെയുള്ള പരിശോധനകൾ അനസ്തീഷ്യയുടെ സഹായത്തോടുകൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. മറ്റ് ട്രോമ, അതായത് ഒരു ആക്സിഡൻറ്റ് മേഖലയിലാണെങ്കിലും ഡിസാസ്റ്റർ മേഖലയാണ്, എർത്ത് ക്വേക്ക് അങ്ങനെയുള്ള ഡിസാസ്റ്റർ വലിയൊരു പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ അനസ്തീഷ്യ വിദഗ്ധർക്ക് വലിയൊരു റോളുണ്ട്. 2000 ഗുജറാത്ത് എർത്ത് ക്വേക്കിലൊക്കെ ഞാനും വ്യക്തിപരമായിട്ട് ഞങ്ങളുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് രോഗികൾ, ഒരു ദിവസം ഒരു 100 കണക്കിന് രോഗികളെ തന്നെ നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. ബ്ലോക്കുകളും ഒക്കെ കൊടുത്ത് വലിയൊരു സേവനമാണ് ഒരു അനസ്തീഷ്യ വിദഗ്ധന് ഇങ്ങനെയുള്ള മേഖലകൾ ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് അനസ്തീഷ്യയുടെ റോളുകൾ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്.